ഇത് പ്രതീക്ഷിതമാണ് അനൂപ്. ഏകദേശം ദില്ലി കഴിഞ്ഞ് ഒരു അല്പദൂരം മുന്നോട്ട് വന്നപ്പോൾ ഹാപ്പൂർ അതുപോലെ തന്നെ ഗാസിയാബാദ് അതിർത്തിക്ക് സമീപം വെച്ചാണ് രണ്ട് വാഹനങ്ങളും ഇവിടെ നിന്നും മടങ്ങിപ്പോകണം, 5 MP മടങ്ങിപ്പോകണമെന്ന ആവശ്യം UP പോലീസ് ഉയർത്തിയത്. വലിയ ഒരു സംഘം, UP പോലീസിന്റെ വലിയ ഒരു സംഘം ഇവിടേക്ക് വരികയും അവരോട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയുമായിരുന്നു. എന്താ പറഞ്ഞ പോലീസ്? എന്താ പറഞ്ഞത്? പോലീസ് അങ്ങോട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, 2 മിനിറ്റ് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പം സ്വാഭാവികമായിട്ടും അവർ സമ്മതിക്കില്ലായിരിക്കും. അവർ സമ്പലിന്റെ അടുത്തേക്ക് പോലും പോകാൻ ഉണ്ടാവില്ല, ഇവിടെയാണ് തടഞ്ഞെങ്കിൽ. യഥാർത്ഥത്തിൽ നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ പോയി ബഹളം ഉണ്ടാക്കാൻ ശാന്തി ദൂതാണ്. പക്ഷെ ഇവർ ഇവിടുന്ന് തടയുന്നതിന് എന്ത് കാര്യം? ഏതായാലും ET മുഹമ്മദ് ബഷീർ MP, അതായത് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ബഷീർ MP ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ബഷീർ MP പറയുന്നത് അതിർത്തി, അതായത് സംഭൽ അതിർത്തിയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ടോൾ പ്ലാസയിലൊക്കെ വലിയ തോതിലുള്ള ഒരു ബ്ലോക്ക് ഇത്തരത്തിൽ MPമാരെ തടഞ്ഞതിനെ തുടർന്ന് 100 കണക്കിന് വാഹനങ്ങളുള്ള ബ്ലോക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഏതായാലും അതിർത്തിയിലേക്കടക്കം സംഭൽ അതിർത്തിയിലേക്ക് പോലും പോകാൻ വേണ്ടി അനുവാദം തരില്ല, ഇവിടെ നിന്ന് തന്നെ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വാഹനങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാൻ പറഞ്ഞതിനെ തുടർന്ന് ടോൾ പ്ലാസയിൽ നിന്നും അല്പദൂരത്തേക്ക് അവർ മാറ്റിയിടുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും പുറകിൽ കാണാം, അതായത് MPമാരുടെ വാഹനം അവിടേക്ക് പോകുമ്പോൾ ഇത്രയും പോലീസ് UP പോലീസിന്റെ സിവിൽ ഡ്രസ്സിലുള്ള ആളുകളുമുണ്ട്. അവർ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്, മറ്റുദ്യോഗസ്ഥർ അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഹാപ്പൂർ എത്തുന്നതിന് മുൻപ് ഛജ്ജരാസി ടോൾ പ്ലാസയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഉന്നത UP പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഇപ്പോൾ മുസ്ലിം ലീഗ് MPമാരെ തടഞ്ഞിരിക്കുന്നത്. ET മുഹമ്മദ് ബഷീർ, ഹാരിസ് ബീരാൻ, അതുപോലെ അബ്ദുസമദ് സമദാനി, നവാസ് ഗനി തുടങ്ങി അങ്ങനെ 5 MPമാരുടെ സംഘമാണ് ദില്ലിയിൽ നിന്നും 1 മണിക്കൂർ മുൻപ് പുറപ്പെട്ടത്. നമ്മളും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിതമാണ്, കാരണം 30-ാം തീയതി വരെ സംഭൽ അതിർത്തി കടന്ന് ആരെയും അനുമതി കൂടാതെ പ്രവേശിപ്പിക്കില്ല എന്ന് UP പോലീസ് രാവിലെയും വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ നേതാക്കളെയും കടത്തിവിടില്ല എന്നും നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധി സംഘത്തിന് സംഭലിലേക്ക് പോകുന്നതിനുള്ള അനുമതി UP പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. അവരെ തൽക്കാലമായിട്ട് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ പറയാമെന്നാണ് UP പോലീസ് MPമാരോട് പറഞ്ഞിരിക്കുന്നത്. അനൂപ്, വൈശാഖ്, ഇപ്പോൾ ഛജ്ജരാസി ആണെങ്കിൽ ഏകദേശം 100-130 കിലോമീറ്ററോളം ഉണ്ടാകും സംഭലിലേക്ക്. അപ്പോൾ ആ ജില്ലയിലേക്ക് പോലും പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് UP പോലീസ്. ഇവർ ഉടനെ മടങ്ങുമോ അതോ അവിടെ തുടരുകയാണോ? തീർച്ചയായിട്ടും അല്പസമയം മുൻപും ET മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഒരു കാരണവശാലും മടങ്ങിപ്പോകില്ല, പരമാവധി പോകാൻ തന്നെ ശ്രമിക്കും. കാരണം ഈ സംഭൽ അതിർത്തി, അതായത് സംഘർഷ മേഖലയിലാണ് നിരോധനാജ്ഞയും അതുപോലെ തന്നെ മറ്റു നിയന്ത്രണങ്ങളുമെല്ലാം ഉള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് പോലും ഇത്തരത്തിൽ ഇവർ വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നാണ് ET മുഹമ്മദ് ബഷീർ പോലീസിനോട് ചോദിച്ചത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. അവരെ ഇപ്പോൾ MPമാരുടെ സംഘത്തെ ഇപ്പോൾ അല്പം അകലേക്ക് മാറ്റി അവരിപ്പോൾ ചർച്ച അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തീർത്തും നാടകീയമായിട്ടുള്ള കാഴ്ചകൾ. സംഭലിലേക്ക് പോകുന്നതിന് മുസ്ലിം ലീഗിലെ 5 MPമാരുടെ 2 വാഹനങ്ങളിലായിട്ടാണ് ഇപ്പോൾ അവരെ തടഞ്ഞത്. വലിയൊരു ആൾക്കൂട്ടവും ഈ കാണുന്ന ബ്ലോക്കൊക്കെ ആ MPമാരെ തടഞ്ഞ സമയത്തായിട്ട് ഉണ്ടായതാണ്. ടോൾ പ്ലാസയിലാകെ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് MPമാരുടെ വാഹനം അവിടെ നിന്നും മാറ്റിയത്. ഏതായാലും ഇനി MPമാരുമായിട്ട് UP പോലീസ് ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് റോഡിന്റെ അപ്പുറത്ത് കാണുന്നത്. എന്താണ് ഇനി, ഇവർ മടങ്ങിപ്പോകുമോ അതോ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ UP പോലീസ് ഇവർക്ക് മേൽ ബലം പ്രയോഗിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത്.